ഹായ് സുഹൃത്തുക്കളെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ലോകകപ്പിന് മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ നിലവിലെ ലോക ചാമ്പ്യന്മാരായ അർജന്റീന തങ്ങളുടെ നാട്ടിൽ മറ്റൊരു സൗഹൃദ മത്സരം കൂടി കളിച്ചിരിക്കുകയാണ്. ബ്യൂണസ് ആയർസിലെ പ്രശസ്തമായ ലാംബമണ്ണ സ്റ്റേഡിയത്തിൽ നടന്ന സൗഹൃദ മത്സരത്തിൽ 1-2 ഗോളുകൾക്ക് അർജന്റീന മൗറിറ്റാനിയെ പരാജയപ്പെടുത്തി. പക്ഷേ സ്കോഡ് ബോർഡ് നോക്കി അർജന്റീന ആരാധകർ അത്ര ആഹ്ലാദിക്കേണ്ടതില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കളി കാണാനെത്തിയ ആരാധകരുടെ നെഞ്ചിൽ തീ കോരിയിട്ടുകൊണ്ടാണ് ലോക ചാമ്പ്യന്മാർ മൈതാനം വിട്ടത്. താരതമ്യേന ദുർബലരായ എതിരാളികൾക്കെതിരെ മികച്ച പ്രകടനം പ്രതീക്ഷിച്ച ആരാധകർ നിരാശരായി. ജയിച്ചെങ്കിലും ടീമിന്റെ പ്രകടനത്തിൽ ആരാധകരും ടീമംഗങ്ങളും തൃപ്തരല്ല എന്ന കാര്യം വ്യക്തമാണ്. മത്സരത്തിന്റെ തുടക്കത്തിൽ തന്നെ അർജന്റീന തന്നെയാണ് ആധിപത്യം പുലർത്തിയത്. 17-ാം മിനിറ്റിൽ തന്നെ ആദ്യ ഗോൾ പിറന്നു. ഫോമിലുള്ള അത്ലറ്റിക്കോ മാഡ്രിഡ് താരം നാഹുൽ മൊളീന നൽകിയ കൃത്യതയാർന്ന ക്രോസ് എൻസോ ഫെർണാണ്ടസ് വലയിലെത്തിച്ചു. തുടർന്ന് 32-ാം മിനിറ്റിൽ യുവതാരം നിക്കോളാസ് പാസ് ഒരു മനോഹരമായ ഇടംകാലൻ ഫ്രീക്കിലൂടെ അർജന്റീനയുടെ 2ാം ഗോളും നേടി. മെസ്സിയുടെ അഭാവത്തിൽ സെറ്റ് പീസുകൾ എടുക്കാനുള്ള ഉത്തരവാദിത്വം നിക്കോ പാസ് വളരെ ഭംഗിയായി നിറവേറ്റി എന്ന് തന്നെ പറയേണ്ടി വരും. ആദ്യ പകുതിയിൽ ബെഞ്ചിലായിരുന്ന ക്യാപ്റ്റൻ ലയണൽ മെസ്സി 2ാം പകുതിയിലാണ് കളത്തിലിറങ്ങിയത്. മെസ്സി മൈതാനത്തേക്ക് വന്നപ്പോൾ പ്രതീക്ഷിച്ച പോലെ ലാംബോമോണ ഇളകി മറിഞ്ഞു. കരിയറിലെ 6ാം ലോകകപ്പ് കളിക്കാൻ മെസ്സി തയ്യാറാകണമെന്നാവശ്യപ്പെട്ട വലിയ ബാനറുകളാണ് സ്റ്റേഡിയത്തിൽ ആരാധകർ ഉയർത്തിക്കാട്ടിയത്. കളിയുടെ 55-ാം മിനിറ്റിൽ മെസ്സിക്ക് ഒരു ഗോൾ അവസരം ലഭിച്ചെങ്കിലും മൗറിറ്റാനിയൻ ഗോൾ കീപ്പർ ബാബക്കർ ദിയോപ്പ് അത് മനോഹരമായി തടഞ്ഞു. ജയിച്ചെങ്കിലും ടീമിന്റെ പ്രകടനത്തിൽ പരിശീലകൻ ലയണൽ സ്കലോണിയും ഗോൾ കീപ്പർ എമി മാർട്ടിനസും ഒട്ടും തൃപ്തരല്ല. ടീം നല്ല രീതിയിലല്ല കളിച്ചത്, ഇനിയും മെച്ചപ്പെടാനുണ്ട് എന്നാണ് സ്കലോണി പറഞ്ഞത്. എന്നാൽ എമി മാർട്ടിനസ് ഇതിനും കടുത്ത ഭാഷയിലാണ് പ്രതികരിച്ചത്. ഞങ്ങൾ കളിച്ച ഏറ്റവും മോശം സൗഹൃദ മത്സരങ്ങളിൽ ഒന്നാണിത്. ഇന്റൻസിറ്റിയും വേഗതയും തീരെ കുറവായിരുന്നു. സ്പെയിനെതിരെയായിരുന്നു ഇങ്ങനെ ഒരു കളി ഞങ്ങൾ കളിച്ചതെങ്കിൽ ഞങ്ങൾ ദയനീയമായി തോറ്റേനെ എന്ന് എമി തുറന്നു പറഞ്ഞു. യഥാർത്ഥത്തിൽ അർജന്റീന ഈ വെള്ളിയാഴ്ച ഖത്തറിൽ വെച്ച് യൂറോപ്യൻ ചാമ്പ്യന്മാരായ സ്പെയിനെതിരെ ഫൈനലിസിമ കളിക്കേണ്ടതായിരുന്നു. എന്നാൽ മിഡിൽ ഈസ്റ്റിലെ സംഘർഷങ്ങൾ കാരണം അത് മാറ്റിവെച്ചതോടെയാണ് അർജന്റീനക്ക് മൗറിറ്റാനിയ, സാംബിയ തുടങ്ങിയ ടീമുകളെ എതിരാളികളായി കണ്ടെത്തേണ്ടി വന്നത്. മെയ് 30-നകം ലോകകപ്പിനുള്ള 26-അംഗ അന്തിമ സ്ക്വാഡിനെ പ്രഖ്യാപിക്കേണ്ടതുണ്ട്. അതിനാൽ യുവതാരങ്ങളായ നിക്കോളാസ് പാസിനും മാനിസ്റ്റാനോയ്ക്കും ഈ മത്സരം വലിയൊരു പരീക്ഷണമായിരുന്നു. ജൂൺ 16-ന് കാൻസസ് സിറ്റിയിൽ അൾജീരിയക്കെതിരെയാണ് ലോകകപ്പിൽ അർജന്റീനയുടെ ആദ്യ പോരാട്ടം. ഓസ്ട്രിയയും ജോർദാനുമാണ് ഗ്രൂപ്പിലെ മറ്റു ടീമുകൾ. കിരീടം നിലനിർത്താൻ മെസ്സിയും കൂട്ടരും ഇറങ്ങുമ്പോൾ ഇനിയുള്ള ദിവസങ്ങൾ അവർക്ക് നിർണായകമാണ്. ഈ പ്രകടനം കൊണ്ട് അർജന്റീനക്ക് ലോകകപ്പ് നിലനിർത്താൻ സാധിക്കുമോ? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? താഴെ കമന്റ് ചെയ്യൂ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.